ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് സജിൽസ് ടെക് സെൻറ്റർ. എൻ്റെ പേര് സജിൽ ലത്തീഫ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് സിഗ്നേച്ചർ ലോഗോ, അതുമല്ലെങ്കിൽ ടൈപ്പോഗ്രാഫിക് ലോഗോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിനുള്ള ടെംപ്ലേറ്റ്സ്, ഫ്രീ ടെംപ്ലേറ്റ്സ് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഏകദേശം ഒരു 40 ഫ്രീ ടെംപ്ലേറ്റ് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതുപോലെ 100 കണക്കിന് ടെംപ്ലേറ്റ്സ് എന്തെങ്കിലും വേറെയുണ്ട്, അത് ഓരോ വീക്കിലായിട്ട് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നതാണ്, ഗീവ് അവേ ആയിട്ട്. സോ ഈ ടൈപ്പോഗ്രാഫിക് ലോഗോ അല്ലെങ്കിൽ സിഗ്നേച്ചർ ലോഗോ എങ്ങനെ അതിൻ്റെ സർവീസ് നിങ്ങൾക്ക് ഇടാൻ പറ്റുമെന്ന് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഫൈസ്കിഡ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ഞാൻ ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ സർവീസ് പേജ് ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് സർവീസ്. ഐ വിൽ ക്രിയേറ്റ് എ സിഗ്നേച്ചർ ലോഗോ ഹാൻഡ് റിട്ടൺ ഓർ ടെക്സ്റ്റ് ഫോർ 10 പൗണ്ടിനാണ് ഞാനിത് സെല് ചെയ്യുന്നത്. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് ഇത് ഒരു ക്ലയൻറ്റ് 10 ഓർഡർ, അതായത് ഒറ്റയടിക്ക് 100 UK പൗണ്ടിൻ്റെ ഒരു ഓർഡർ എനിക്ക് തന്നിരുന്നു. ഇത് വളരെ സിമ്പിളാണ് ഈ സിഗ്നേച്ചർ ലോഗോ ചെയ്യാൻ. അതായത് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരുപാട് ടെംപ്ലേറ്റ്സ് ഉണ്ട്. അതിൽ ജസ്റ്റ് ഈ ക്ലയൻറ്റ് തരുന്ന ടെക്സ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലോഗോ ആയിട്ട് കൺവേർട്ട് ആവും. അപ്പോൾ ഏകദേശം ഇതുപോലൊരു സർവീസ് ആയിരിക്കണം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇത് ഏതൊരു ഫ്രീലാൻസിങ് വെബ്സൈറ്റുകളിലും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഒരു സർവീസ്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ 10 UK പൗണ്ടാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 5 പൗണ്ട് കൊടുത്താൽ മതി. ഞാൻ ഇതിൽ അത്യാവശ്യം ബാഡ്ജൊക്കെ കിട്ടിയത് കാരണമാണ് ഇപ്പോൾ 10 ആയിട്ട് കൺവേർട്ട് ചെയ്തത്. ആദ്യം 5 ആയിട്ടായിരുന്നു ഞാൻ കൊടുത്തിരുന്നത് തുടക്കത്തിൽ. അപ്പോൾ ഫൈസ്കിഡിൽ മാത്രമല്ല, നമുക്ക് ഫൈവറിൽ ജസ്റ്റ് ഒന്ന് നോക്കാം ഈ സർവീസിനെ കുറിച്ച്. നമുക്ക് കാറ്റഗറിയിൽ വന്നിട്ട് സിഗ്നേച്ചർ ലോഗോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 1000 സെല്ലേഴ്സ് ഈ സിഗ്നേച്ചർ ലോഗോ സെല് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതെല്ലാം ഫോണ്ടാണ് അവർ യൂസ് ചെയ്യുന്നത്. ഫോണ്ട് ജസ്റ്റ് കൺവേർട്ട് ചെയ്യുക, അതായത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഏകദേശം ഒരു 40 ടെംപ്ലേറ്റ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു വീഡിയോയിലൂടെ ഗിവ് അവേ ആയിട്ട് തരുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ജസ്റ്റ് ആ ഫോണ്ടിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് കളർ ഒന്ന് ചേഞ്ച് ചെയ്യാനാണ് ഫോട്ടോഷോപ്പിൽ. അപ്പോൾ ഇങ്ങനത്തെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ, ഫോട്ടോഷോപ്പ് ചെയ്യാൻ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടേതായ രീതിയിൽ അത് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ ഒരു ഇവിടെയൊക്കെ നിങ്ങൾ കാണുന്നത് 3D പോലെ കാണുന്നത്, ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 3D മോക്കപ്സ് നമുക്ക് ഓൺലൈൻ വഴി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഫ്രീ ആയിട്ട്. ആ മോക്കപ്പ് നമ്മൾ ഫോട്ടോഷോപ്പിലേക്ക് എടുത്തിടുക, എന്നിട്ട് നമ്മളുടെ ഈ സിഗ്നേച്ചർ ലോഗോ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ 3D ആയി കൺവേർട്ട് ചെയ്ത് വരും. അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ഞാൻ നെക്സ്റ്റ് വീക്ക് ഇടുന്നുണ്ട്. അതും ഫ്രീ മോക്കപ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതെല്ലാം അങ്ങനെ മോക്കപ്പ് യൂസ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് 3D ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള ജിഗുകളാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ സിഗ്നേച്ചർ ലോഗോനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 1000 റിവ്യൂസ് തന്നെ ലഭിച്ചിട്ടുണ്ട്. അതും $25 ഇതിന് ചാർജ് ചെയ്യുന്നത്. ഈ ഒരു അക്കൗണ്ട് നമുക്കൊന്ന് എടുത്തു നോക്കാം. അതും ബേസിക് പ്രൈസ് 25, സ്റ്റാൻഡേർഡ് 50, അത് 2 ലോഗോ, അതുപോലെ തന്നെ 3 ലോഗോ കൊടുക്കുകയാണെങ്കിൽ $100 ചാർജ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വരക്കാനൊക്കെ അറിയാവുന്ന ആളുകൾ ഇല്ലസ്ട്രേറ്റർ യൂസ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. അവരുടെ ജിഗ് എന്ന് പറഞ്ഞാൽ അവരുടെ സർവീസിന് കുറച്ചുകൂടി സർവീസ് ചാർജ് കൂടുതലായിരിക്കും. ഇത് അത്യാവശ്യം നല്ല സെയിൽസ് കിട്ടാനുള്ള ഒരു സർവീസ് തന്നെയാണ്. നെക്സ്റ്റ് ഒരു സർവീസ് നമുക്ക് എടുത്ത് നോക്കാം. 10 ഓർഡർ ക്യൂ ഉണ്ട്. ഇതും സ്റ്റാർട്ട് ചെയ്യുന്നത് $25. അപ്പോൾ ഇത് അത്യാവശ്യം വർക്ക് കിട്ടുന്ന ഒരു ജോബ് തന്നെയാണ്. നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഏതൊരു ഫ്രീലാൻസിങ് വെബ്സൈറ്റുകളിലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ആ സിഗ്നേച്ചർ ലോഗോ എങ്ങനെ ചെയ്യും എന്നുള്ളത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനുവേണ്ടി നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഫോട്ടോഷോപ്പാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ലിങ്കിൽ ഇട്ട് തരുന്ന ഈ ഒരു ടെംപ്ലേറ്റ് PSD ഫയലായിട്ട് ഓപ്പൺ ചെയ്തെടുക്കുക. അതായത് ഫോട്ടോഷോപ്പിൽ ഓപ്പൺ കൊടുത്തിട്ട് PSD ഫയൽ ഓപ്പൺ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു പേജ് ആയിരിക്കും കിട്ടുന്നത്. ഇത് നിങ്ങളൊന്ന് Ctrl+ അടിച്ചൊന്ന് സൂം ചെയ്യുക, അല്ലെങ്കിൽ സൂമിങ് ടൂൾ യൂസ് ചെയ്തിട്ടൊന്ന് സൂം ചെയ്യുക. സൂം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഫോണ്ടെല്ലാം കാണാൻ സാധിക്കും. ഇതിൽ മിക്ക ഫോണ്ടും നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഇത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് എടുക്കുക, ജസ്റ്റ് ഇത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഇഷ്ടമുള്ള ടെക്സ്റ്റ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം.
ഇതിപ്പോൾ എല്ലാ ഫോണ്ടും കൂടി ഒറ്റ ഒരു പേജിലാണ് കിടക്കുന്നത്. നിങ്ങളിപ്പോൾ ഒരു ക്ലയൻറ്റിന് വേണ്ടി ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ന്യൂ പേജ് എടുത്തിട്ട് ചെയ്യുക. ഫയലിൽ ന്യൂ, ദെൻ സൈസ് ഇവിടെ ഒരു 1920 ന്യൂ 1080 തന്നെ കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ ഈ ഫോണ്ട് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിടുക ഇപ്പുറത്തേക്ക്. ഓക്കെ, ഏത് ഫോണ്ടാണോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടത് അതിൻ്റെ അവിടെ ഈ കേഴ്സർ കൊണ്ട് വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എല്ലാ ഫോണ്ടിനും ഒരു നമ്പർ ഉണ്ട്, 765. നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ലോഗോയുടെ നമ്പർ ഇവിടെ കാണിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ 06 ആണ്, ഇതാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, 6 സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളെടുത്തിരിക്കുന്ന ആ പുതിയ സ്ക്രീനിലേക്ക് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിടുക. ഓക്കെ, അവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ കാണിച്ചിരുന്ന എല്ലാ ഫോണ്ടും നിങ്ങളുടെ സിസ്റ്റത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഈ ടി യൂസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ എറർ കാണിക്കും. ഇപ്പോൾ എൻ്റെ ഈ സിസ്റ്റത്തിൽ മിക്ക ഫോണ്ടുകളും ഉണ്ട്. ഇല്ലാത്തൊരു ഫോണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ടി എടുക്കുക, ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ, ആ സെലക്ഷൻ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ വരും, ഡ്രോയിഡ് സെരിഫ് ബോൾഡ്. ഇതാണ് ആ ഫോണ്ടിൻ്റെ പേര്. ഇത് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇല്ലെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഇത് അടിച്ചു കൊടുക്കുക, ഡ്രോയിഡ് സെരിഫ് ബോൾഡ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഗൂഗിളിൽ ഡ്രോയിഡ് സെരിഫ് ബോൾഡ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുക. അപ്പോൾ കുറേ ഫോണ്ടുകൾ നിങ്ങൾക്ക് കുറേ വെബ്സൈറ്റുകൾ ഫ്രീ ആയിട്ട് ഫോണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് എടുക്കുക, ഇതുപോലെ വരും, ഡൗൺലോഡ് TTF എന്ന് പറഞ്ഞിട്ട് അതിൽ പ്രസ് ചെയ്യുക. അതിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ താഴെ ഡൗൺലോഡ് ആവും. അത് നിങ്ങൾ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെയാണ് ഒരു ഫോണ്ട് നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ ഡ്രോയിഡ് സെരിഫ് ബോൾഡ് എന്ന് പറയുന്ന ഈ ഫോണ്ടാണ് വേണ്ടത്. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ദെൻ ഇവിടെ ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ബട്ടൺ കാണും, അതിൽ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് ആ ഫോണ്ട് ഇൻസ്റ്റാൾ ആവും. ഏതൊരു സോഫ്റ്റ്വെയർ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോഴും ആ ഫോണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, നമുക്ക് വീണ്ടും തിരിച്ച് ഫോട്ടോഷോപ്പിലേക്ക് വരാം. ഇനി ഒന്നുകൂടി ഇത് നമുക്ക് എടുത്തു നോക്കാം. ഓക്കെ കൊടുക്കുക. ഓക്കെ, ആ ഫോണ്ട് ഇപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾഡ് ആയി. അതാണ് ഇനി എറർ കാണിക്കാത്തത്. അപ്പോൾ ഇതുപോലെയാണ് ഓരോ ഫോണ്ടും നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത്. ഇനി മറ്റൊരു ഫോണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്ത് നോക്കാം. ഒരു സിഗ്നേച്ചർ സ്റ്റൈൽ ഫോണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതൊന്ന് നോക്കാം, അനലോഗ് എന്ന് പറഞ്ഞിട്ട്. ഇതും ഫോണ്ട് ഇതിലില്ല. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യണം. ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടി വരും. ഇവിടെ നമുക്ക് ഒരു സിഗ്നേച്ചർ സ്റ്റൈൽ ഒരു ഫോണ്ട് ഒന്നുകൂടി നമുക്ക് ജസ്റ്റ് ടെക്സ്റ്റായിട്ട് ചേഞ്ച് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ടി എടുക്കുക, വീണ്ടും സെലക്ട് ചെയ്യുക. ഓക്കെ, ഈ ഫോണ്ട് സിസ്റ്റത്തിലുണ്ട്. ആ ഫോണ്ട് ഏതാണെന്ന് വെച്ചാൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 2324 ആണ് ആ ഫോണ്ട്. ഓക്കെ, 24 ആണ്. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് 24 സെലക്ട് ചെയ്യുക, കോർപ്പറേഷൻ. എന്നിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് നമ്മളിതിലേക്ക് ഇടാം. ഇത് നിങ്ങൾക്ക് എന്നിട്ട് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം. അപ്പോൾ ഈ ഫോണ്ടൊക്കെയാണ് നമ്മളിപ്പോൾ ജസ്റ്റ് സെലക്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫോണ്ടിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ സാധാരണ ഫോട്ടോഷോപ്പിൽ ചേഞ്ച് ചെയ്യണ പോലെ തന്നെ സെലക്ട് ചെയ്യുക. ഇവിടെ നിന്നൊരു കളർ സെലക്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഇനി ഇതിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് എഡിറ്റ്, അതായത് ഈ ടി തന്നെ എടുത്തിട്ട് താഴെ ടെക്സ്റ്റ് എഡിറ്റ് ഉണ്ട്, അതെടുത്ത് ചേഞ്ച് ചെയ്യുക. ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ മുകളിൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സൈസ് ചേഞ്ച് ചെയ്യാനോ കളർ ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ബോൾഡ് ആക്കാനോ ഇറ്റാലിക്സ് ആക്കാനോ എല്ലാം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ടെക്സ്റ്റ് എഡിറ്റിംഗ് നമുക്ക് ഫോട്ടോഷോപ്പിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു ട്യൂട്ടോറിയൽ ഞാൻ കാണിച്ചു തരുന്നതാണ്. ഒരുപാട് ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് എഡിറ്റിംഗ് ഉണ്ട്. അതായത് 3D ആക്കുക, ബാക്ക്ഗ്രൗണ്ട് സ്ട്രോക്ക് കൊടുക്കുക മുതലായ സംഭവങ്ങളെല്ലാം അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നതാണ്. സോ ഈ സിഗ്നേച്ചർ ലോഗോ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. അതും നിങ്ങൾക്ക് ഓർഡർ കിട്ടാൻ ചാൻസ് ഉള്ളതുമായ ഒരു സർവീസാണ് സിഗ്നേച്ചർ ലോഗോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അപ്പോൾ സാധാരണ രീതിയിൽ തന്നെ ഇതിലൊരു ലോഗോയുടെ സർവീസ് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഈ ഫൈവറിലോ ഫൈസ്കുഡിലോ നിങ്ങളൊരു സർവീസ് ക്രിയേറ്റ് ചെയ്യുക. അതിനു മുമ്പ് നിങ്ങൾ ഇവിടെ സെർച്ചിൽ സിഗ്നേച്ചർ ലോഗോ എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് സെല്ലേഴ്സിൻ്റെ പ്രൊഫൈൽ കിട്ടും. അതിലേതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുക, അവരുടെ ടെക്സ്റ്റും ഡീറ്റെയിൽസ് എല്ലാം. എന്നിട്ട് 3 പാക്കേജായിട്ട് ഇതുപോലെ തന്നെ കൊടുക്കുക. സർവീസ് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് പ്രാവശ്യം ചെയ്തിരുന്നു. അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, എന്നാൽ മാത്രമേ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ ടെക്സ്റ്റൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഇതുപോലെ ഒരു സർവീസ് നിങ്ങളും ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലയൻറ്റ് ഇപ്പോൾ സിഗ്നേച്ചർ ലോഗോന് വേണ്ടി ഒരു ടെക്സ്റ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ
ഞാൻ ഈ തന്നിരിക്കുന്ന ടെംപ്ലേറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് സൂക്ഷിച്ച് വെക്കുക ഒരു ഫോൾഡറിലിട്ടിട്ട്. എന്നിട്ട് അതിലേതെങ്കിലും ഒരു ടെംപ്ലേറ്റ് യൂസ് ചെയ്യുക. ഇപ്പോൾ ഞാൻ കാണിച്ചതുപോലെ ഡ്രാഗ് ചെയ്ത് പുതിയൊരു സ്ക്രീനിലേക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എഡിറ്റിംഗ് എല്ലാം ചെയ്യുക. ഇപ്പോൾ മിക്ക ആളുകളും ബ്ലാക്ക് തന്നെയായിരിക്കും ഉദ്ദേശിക്കുന്നത്, ബ്ലാക്ക് ഫോണ്ട് തന്നെയായിരിക്കും കളർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് സബ്മിറ്റ് ചെയ്യാൻ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും കമ്പനി കളേഴ്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തരും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് കളർ എന്താണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തെടുക്കുക. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നിങ്ങൾ പുതിയൊരു സ്ക്രീൻ എടുക്കുമ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കോണ്ടൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ എപ്പോഴും ട്രാൻസ്പാരൻ്റ് എടുക്കുക. കളേഴ്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ട്രാൻസ്പാരൻ്റ് എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവില്ല. അപ്പോൾ ക്ലയൻറ്റിന് ഏതൊരു വെബ്സൈറ്റിലോ അല്ലെങ്കിൽ മറ്റേത് വീഡിയോയിലോ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ തന്നെ അവർക്ക് അവരുടെ ലോഗോ യൂസ് ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ തന്നെ കൊടുക്കുക, ട്രാൻസ്പാരൻ്റ് ആയിട്ട് തന്നെ കൊടുക്കുക. സോ എല്ലാവർക്കും ഈ സിഗ്നേച്ചർ ലോഗോയുടെ സർവീസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. ഇനിയും പുതിയ ടെംപ്ലേറ്റ്സ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് വീണ്ടും തരുന്നതാണ്, വരും ദിവസങ്ങളിൽ ഫ്രീ ആയിട്ട് തരുന്നതാണ്. അതുപോലെ തന്നെ ആനിമേഷൻ വീഡിയോസിൻ്റെ ട്യൂട്ടോറിയൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് വീക്ക് എന്തായാലും അത് സ്റ്റാർട്ട് ചെയ്യും. ചെറിയ രീതിയിലായിരിക്കും ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഓരോ ദിവസം കഴിയുന്നോറും കൂടുതൽ അഡ്വാൻസ്ഡ് മോഡിലേക്ക് ട്യൂട്ടോറിയൽ ഞാൻ ചെയ്ത് കാണിച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ എല്ലാ വീഡിയോസും മിക്സഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അതായത് ഒരു ദിവസം ചിലപ്പോൾ ഗ്രാഫിക് ബേസ്ഡ് വീഡിയോസ് ആയിരിക്കും, മറ്റൊരു ദിവസം വീഡിയോ ക്രിയേഷനോ ആനിമേഷനോ, അല്ലെങ്കിൽ വേറൊരു ദിവസം വേറെ എന്തെങ്കിലും മണി മേക്കിംഗ് ടെക്നിക്സ് ഒക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിലെ പ്ലേലിസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയൽ, അതുപോലെ തന്നെ വർക്ക് അറ്റ് ഹോം ട്യൂട്ടോറിയൽ, വീഡിയോ ആനിമേഷൻ പ്ലേലിസ്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിലെല്ലാം സെയിം കാറ്റഗറിയിലുള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ ഇടുന്നത്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ വീഡിയോ കാണണമെങ്കിൽ ആ പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ കണ്ടിന്യൂസ് ആയിട്ട് കാണുക ട്യൂട്ടോറിയൽ വീഡിയോസ് എല്ലാം. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും പുതിയ ട്രിക്സും പുതിയ വീഡിയോസും ട്യൂട്ടോറിയൽ വീഡിയോസായിട്ട് ഞാൻ വരുന്നതാണ്. എല്ലാവരും എൻ്റെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. 1000 സബ്സ്ക്രൈബേഴ്സ് ആകാൻ ഏകദേശം 1-2 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ബെൽ ഐക്കൺ ആക്ടിവേറ്റ് ചെയ്യുക.